ശബരിമല തീർത്ഥാടനത്തിനിടെ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എരുമേലിയിലെ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ശബരിമല യാത്രയ്ക്കൊരുങ്ങുന്ന ഭക്തന്മാർ ആദ്യമായി ഒത്തുചേരുന്നത് എരുമേലിയിലാണ്. തീർത്ഥാടന കാലത്ത് വിവിധ വർണ്ണദീപങ്ങളാൽ അലങ്കൃതമാകുന്ന ക്ഷേത്രാന്തരീക്ഷം ഈ പ്രദേശത്ത് മഹോത്സവ പ്രതീതി കൈവരുത്തുന്നു. എരുമയുടെ രൂപമുള്ള മഹിഷിയെ അയ്യപ്പൻ കൊന്ന ഇടം എന്ന അർത്ഥത്തിൽ എരുമക്കൊല്ലി എന്ന പേര് ലഭിക്കുകയും ആ പേര് പിന്നീട് എരുമേലി എന്ന പേരായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ധനുമാസത്തിന്റെ അന്ത്യപാദമാകുമ്പോഴേക്കും കറുപ്പും നീലയും വസ്ത്രങ്ങൾ ധരിച്ച അയ്യപ്പ ഭക്തന്മാരുടെ ഭക്തി ലഹരിയിൽ മുഴുകിയുള്ള ആനന്ദ നൃത്തം ഇവിടുത്തെ വീഥികളെ ഭക്തിസാന്ദ്രമാക്കുന്നു. അയ്യപ്പൻ അനുചരന്മാരുമായി യുദ്ധവിജയം നേടിയതിൻ്റെ ആനന്ദം അനുസ്മരിച്ചുകൊണ്ട് മേലാകെ ചായം പൂശി പച്ചിലത്തൂപ്പുകളുമായി ഇവിടെ ഭക്തന്മാർ ആനന്ദ നൃത്തമാടുന്നു. എരുമേലിയിൽ ഭക്തലക്ഷങ്ങളെ ആകർഷിക്കുന്ന 3 പവിത്ര സ്ഥാനങ്ങളുണ്ട്. കൊച്ചമ്പലം, വാവരുപള്ളി, വലിയമ്പലം എന്നിങ്ങനെ. പേട്ടതുള്ളലിനൊപ്പം ഭക്തജനങ്ങൾ ഈ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് നിർവൃതി നേടുന്നു. മണ്ഡലകാല ആരംഭം മുതലേ അയ്യപ്പ ഭക്തന്മാരുടെ വരവോടെ എരുമേലിയിൽ തീർത്ഥാടനത്തിന് തിരക്കേറുന്നു. എരുമേലിയിലെ വലിയമ്പലം എന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഉദ്ദേശം 1/2 കിലോമീറ്റർ വടക്ക് കിഴക്കുമാറി വാവരുപള്ളിയും പള്ളിക്ക് മുന്നിലായി ഒരു ശാസ്താ ക്ഷേത്രവും നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെ ശാസ്താവിനെ പേട്ടയിൽ ശാസ്താവ് എന്ന് പറയുന്നു. വലിയമ്പലത്തിലെ പ്രതിഷ്ഠാമൂർത്തി അമ്പും വില്ലും കൈകളിലേന്തി നായാട്ടിനൊരുങ്ങി നിൽക്കുന്ന വില്ലാളി വീരനായ അയ്യപ്പനാണ്. അമ്പലപ്പുഴ ആലങ്ങാട്ട് ദേശക്കാർ എരുമേലിയിൽ നടത്തുന്ന പേട്ടതുള്ളൽ അതിപ്രശസ്തമാണ്. ധനുമാസം 26-ന് ഭക്തന്മാർ ഇവിടെ എത്തുകയും തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും 27-ന് പേട്ടതുള്ളൽ ആരംഭിക്കുകയും ചെയ്യുന്നു. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram. Chai, 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 chai,